ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് എബിൻ വർഗീസ്. ഞാൻ ആലപ്പുഴ പുന്നപ്രദേശത്തു നിന്ന് വരുന്നു. എനിക്ക് അമ്മ വഴിയുണ്ടായ 2 അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം പറയാനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. 2018 ഞാൻ BSc ഹോട്ടൽ മാനേജ്മെൻറ്റ് പാസ് ഔട്ടാകുന്നത്. അന്ന് മുതൽ ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. തുച്ഛമായ ശമ്പളത്തിന് കുറേയധികം ജോലികൾ ചെയ്തുവെങ്കിലും എൻ്റെ ആഗ്രഹം ഷിപ്പിൽ നല്ലൊരു ജോലി ലഭിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ 2022 ഞാൻ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അമ്മയാണ് ഇവിടെ വന്ന് എനിക്ക് വേണ്ടി എൻ്റെ ജോലിക്ക് വേണ്ടി ഉടമ്പടി ആദ്യമായി എടുക്കുന്നത്. അങ്ങനെ 2022 ഞാൻ ഒരു ഷിപ്പിലേക്കുള്ള ഒരു കോഴ്സ് ചെയ്യുകയുണ്ടായി. ഒരു മാസത്തോളം നീളുന്ന ഒരു കോഴ്സ് ചെയ്യുകയുണ്ടായി. അതങ്ങനെ അമ്മയുടെ കൃപാസന മാതാവിൻ്റെ ലോക്കറ്റൊക്കെ കയ്യിൽ പിടിച്ച് ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ കോഴ്സ് പാസ്സാകുക എന്നുള്ളത്. കൃപാസനമ്മയുടെ സഹായത്താൽ അത് അത്ഭുതകരമായി പാസ്സായി. കൂടാതെ 2023 ഞാൻ നാട്ടിൽ തന്നെ ഒരു ബേക്കറി ഷോപ്പിൽ ജോലി ചെയ്യുകയായിരുന്നു. അങ്ങനെ എനിക്ക് തിരുവനന്തപുരം ലൂർദ് മാതാ കോളേജിലൊരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ഒരു ജോലി ലഭിക്കുകയുണ്ടായി. അത് ഏറെ നാൾ നീണ്ടു നിന്നില്ല. 3 മാസത്തോളമായിരുന്നു അതിൻ്റെ കാലാവധി. അങ്ങനെ ആ ജോലി നഷ്ടപ്പെടുകയും ഞാൻ അങ്ങനെ എനിക്കൊരു ഫേസ്ബുക്കിൽ ഇന്ന കണക്കൊരു മുംബൈയിലൊരു ഷിപ്പിലേക്കൊരു US ഷിപ്പിലേക്കുള്ള ഒരു ഇൻ്റർവ്യൂ നടക്കുകയായിരുന്നു. 10,000-10,000 പേര് പങ്കെടുത്ത ഒരു ഇൻ്റർവ്യൂവിലേക്ക് ഞാനും പങ്കെടുക്കുകയുണ്ടായി. അന്ന് എൻ്റെ അമ്മ എനിക്ക് ലോക്കറ്റ് തന്നുവിട്ടിട്ടുണ്ടായിരുന്നു. നീ അത് പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഇൻ്റർവ്യൂവിൽ പങ്കെടുത്താൽ നിനക്ക് തീർച്ചയായും ലഭിക്കുമെന്ന് അമ്മ പറയുകയുണ്ടായി. അങ്ങനെ ഞാൻ 10,000 പേര് പങ്കെടുത്ത ആ ഇൻ്റർവ്യൂവിൽ ഞാൻ അറ്റൻഡ് ചെയ്തു. അന്നവർ റിസൾട്ടൊന്നും പറഞ്ഞില്ല. അതിനുവേണ്ടി ഞാൻ 2 മാസത്തോളം വെയിറ്റ് ചെയ്തു. അന്നും ജോലിയൊന്നുമില്ലാതെ 2 മാസത്തും ഞാൻ നിന്നു, അവിടെ വീട്ടിൽ തന്നെ നിന്നു. അങ്ങനെ 2 മാസത്തിന് ശേഷം എനിക്ക് മെയിൽ അയക്കുകയുണ്ടായി. കമ്പനി മെയിൽ അയച്ചു, നിങ്ങൾ ഇൻ്റർവ്യൂ പാസ്സായി, ഇനി അടുത്ത കടമ്പ എന്നുള്ളത് US വിസ ഇൻ്റർവ്യൂ ആണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ US വിസ ഇൻ്റർവ്യൂവിനായി മുംബൈയിലേക്ക് പോവുകയാണ്. മുംബൈ US കൺസുലേറ്റിൽ ചെന്ന് ഞാൻ വിസ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ഉള്ളിൽ അമ്മ അന്നേരം വരെ എനിക്ക് പറയും, നിനക്ക് ലഭിക്കും, ഈ ഒരു ഇൻ്റർവ്യൂ നിനക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു. അടുത്ത എൻ്റെ ഇൻ്റർവ്യൂ അവസരമാണ്. ഞാനങ്ങനെ ഇൻ്റർവ്യൂവിനായിട്ട് കയറിയപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ അമ്മ പറഞ്ഞു, ഇല്ലേ വേണ്ട, നിനക്ക് അടുത്ത ഇൻ്റർവ്യൂ നീ അറ്റൻഡ് ചെയ്യ്, അങ്ങനെ നീ പാസ്സാകുമെന്ന് അമ്മ എൻ്റെ ഉള്ളിൽ തോന്നിച്ചു. അങ്ങനെ ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചു. അവർ ചോദിച്ച ക്വസ്റ്റ്യനല്ല ഞാൻ മറുപടി പറഞ്ഞത്. അങ്ങനെ അവിടെ ഫെയിലാകുകയുണ്ടായി. ആ ഒരു അവസരത്തിൽ എനിക്ക് ദേഷ്യവും അമർഷവും എല്ലാം തോന്നി. പ്രാർത്ഥനയെ വേണ്ടെന്ന് അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നി. ഇനി പ്രാർത്ഥിക്കില്ല, പ്രാർത്ഥനയിൽ ഭയങ്കര മടുപ്പ് തോന്നി. അങ്ങനെയാണ് ഞാൻ നാട്ടിൽ വന്നു. ഇനി അടുത്ത ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഒരു 3 മാസം പിടിക്കും. കമ്പനി ചെലവിൽ നമുക്ക് വിസ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ 3 മാസത്തോളം എടുക്കും. അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു. അപ്പം വീട്ടുകാരോട് പറഞ്ഞിട്ടില്ല, അവർക്ക് സങ്കടമാകുമെന്ന് പറഞ്ഞ് അവരോട് കള്ളം പറഞ്ഞു, എനിക്ക് എൻ്റെ പാസ്പോർട്ട് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്, അപ്പം അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കുഴപ്പമില്ല, നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു വീട്ടിൽ. അപ്പം അമ്മ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. കുറേയധികം വീട്ടിൽ നിന്നാണേലും ഒരുപാട് സ്ഥലങ്ങളിൽ കാരുണ്യപ്രവർത്തികൾക്കായി പോവുകയും ദിവസം തോറും അമ്മ പ്രാർത്ഥിക്കുകയും രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും വൈകുന്നേരങ്ങളിൽ സായാഹ്ന പ്രാർത്ഥന ചൊല്ലുകയൊക്കെ ചെയ്തിരുന്നു. എനിക്ക് അന്നേരവും പ്രാർത്ഥനയിൽ ഭയങ്കര മടുപ്പായിരുന്നു. കാരണം ഞാൻ ആഗ്രഹിച്ച ഒരു ജോലി എനിക്ക് ലഭിച്ചില്ല എന്നോർത്ത് മാതാവിനോട് ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക്. അങ്ങനെയാണ് വീട്ടിൽ ആ ഒരു അവസരത്തിൽ വീട്ടിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുകളുണ്ടായി. ആ ഒരു അവസരത്തിലാണ് ഞാൻ സൊമാറ്റോ ഡെലിവറിക്കായി ഞാൻ പോവുകയുണ്ടായി. സൊമാറ്റോയുടെ അതും എത്രത്തോളം വിജയകരമായിരുന്നില്ല.
അപ്പോഴും വീട്ടിലെ സാഹചര്യം വളരെ മോശമായിക്കൊണ്ടിരുന്നു. അങ്ങനെ വീട്ടിൽ കുറേ വഴക്കുകളുണ്ടായി. ഞാനും അമ്മയായിട്ട് തന്നെ ഒത്തിരി സംസാരങ്ങളുണ്ടായി. അങ്ങനെയാണ് എനിക്ക് ലിങ്ക്ഡിൻ വഴി ഖത്തറിലേക്കൊരു ജോലി റെഡിയാവുന്നത്. ഖത്തറിലേക്ക് ജോലി കിട്ടിയപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. കൃപാസന അമ്മയോട് നന്ദി പറഞ്ഞു. ഒരിക്കലും കൈവിടത്തില്ലെന്ന് എനിക്ക് മാതാവ് കൈവിട്ടില്ല. അങ്ങനെ ഞാൻ ഒരു ദിവസം ഞാനിവിടെ അമ്മയുടെ ഉടമ്പടി പ്രകാരം ഞാനിവിടെ ജോസഫ് അച്ഛനെ വന്ന് കാണുകയുണ്ടായി. അപ്പോൾ അച്ഛൻ എനിക്ക് അപ്പോഴും ആഗ്രഹം US ഷിപ്പിലേക്ക് പോകണമെന്നായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അച്ഛാ, ഇന്ന കണക്കാണ്, എനിക്ക് US ആദ്യത്തെ ഇൻ്റർവ്യൂ ഞാൻ ഫെയിലായി, രണ്ടാമത്തെ ഇൻ്റർവ്യൂ ഇനിയുണ്ട്, അത് 3 മാസം കഴിഞ്ഞാണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം മാതാവിൻ്റെ പാദത്തിങ്കൽ കാഴ്ചവെച്ചിട്ട് എന്നോട് വന്ന് പറഞ്ഞു, മോനേടാ, നിനക്ക് 77 ദിവസം മാതാവ് സമയം തന്നിട്ടുണ്ട്. 77 ദിവസത്തിനുള്ളിൽ നിനക്ക് US വിസ ഇൻ്റർവ്യൂവിൻ്റെ എല്ലാം ലഭിക്കും. US വിസ ഇൻ്റർവ്യൂ നിനക്ക് പാസ്സാകും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എനിക്ക് ഖത്തറിലേക്ക് ഞാനൊരു ജോലി വന്നിട്ടുണ്ട്, അപ്പോൾ അതെന്താ ചെയ്യേണ്ടത്? അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ, നീ ആദ്യം ഖത്തറിലേക്ക് വന്നതിന് ബാക്കി മാതാവ് നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നവംബർ 26-നാണ് ഞാൻ ഖത്തറിലേക്ക് പോകുന്നത്. അങ്ങനെ ഖത്തറിലെ ജോലി 1 മാസം വിജയകരമായി മുന്നോട്ട് പോയി. 2ാമത്തെ മാസമായപ്പോൾ അവിടെ ഗസ്റ്റ് കുറഞ്ഞു തുടങ്ങി. അങ്ങനെ ഓരോരുത്തരായിട്ട് പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ജോലി കഴിഞ്ഞ് റൂമിൽ വന്ന് കതകടച്ച് കൃപാസന മാതാവിൻ്റെ ഫോട്ടോ ഉണ്ട് എൻ്റെ പക്കൽ, പിന്നെ അതേപോലെ എണ്ണയുണ്ട്, ലോക്കറ്റുണ്ട്. ഇത് 3ഉം കൈകളിൽ പിടിച്ചുകൊണ്ട് അമ്മയോട് കുറേയധികം പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു. ഓരോ ദിവസം ചൊല്ലുന്നോറും എൻ്റെ സങ്കടങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിച്ചു, അമ്മേ, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഇനി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് അത് കിട്ടുമോ, ഇത് നേടുമോ എന്നൊന്നും എനിക്കറിയില്ല ഒക്കെ അമ്മയോട് പറഞ്ഞു ഞാൻ. അപ്പം അമ്മ എൻ്റെ ഉള്ളിൽ പറഞ്ഞു, ഒരു ദിവസം പറഞ്ഞു, മകനെ, നീ പൊക്കോ, നീ ധൈര്യമായിട്ട് പൊക്കോ, നീ ഇവിടുന്ന് റിസൈൻ ചെയ്ത് പൊക്കോ, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. എൻ്റെ ഉള്ളിൽ അമ്മ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു. ജനുവരി 18-ാം തീയതി ഞാൻ നാട്ടിലെത്തി. എനിക്ക് എൻ്റെ പാസ്പോർട്ട് അവിടെ വിസ ഇൻ്റർവ്യൂ കേന്ദ്രത്തിൽ കൊണ്ട് കൊടുക്കണമായിരുന്നു. അങ്ങനെ ഞാൻ പാസ്പോർട്ട് കൊണ്ട് കൊടുത്തു. അങ്ങനെ അവർ ഡേറ്റ് എടുത്ത് തന്നു. ഫെബ്രുവരി 16-നാണ് എൻ്റെ ഡേറ്റ്. അങ്ങനെ അത്ഭുതകരമായി ഞാൻ പ്രാർത്ഥിച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ചു. അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് റിസൈൻ ചെയ്ത് വന്നത്. അപ്പം അമ്മയുടെ കയ്യിലാണെല്ലാം, ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യാം, അമ്മ എനിക്ക് നേടിത്തരണമെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, നീ പൊക്കോ, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അമ്മ എൻ്റെ ഉള്ളിൽ സംസാരിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ ഫെബ്രുവരി 16-ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. അന്ന് ആദ്യത്തെ ഇൻ്റർവ്യൂവിന് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയില്ല. രണ്ടാമത്തെ ഇൻ്റർവ്യൂവിന് എൻ്റെ ടെൻഷനൊക്കെ എവിടെ പോയെന്ന് എനിക്കറിയില്ല. അത്ഭുതകരമായി ഞാൻ തന്നെയാണോ സംസാരിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് ചെന്ന് വളരെ വാചാലനായിട്ട് സംസാരിച്ചു. എനിക്കങ്ങനെ 16-ന് വിസ ഇൻ്റർവ്യൂ ലഭിക്കുകയും മാർച്ച് 3-ന് എനിക്ക് ജോയിനിങ് ഡേറ്റ് ലഭിക്കുകയും ഉണ്ടായി. അതിന് അമ്മയോട് നന്ദി പറയുന്നു. കൂടാതെ ഞാൻ ഷിപ്പിലേക്കുള്ള കോഴ്സ് ചെയ്യുന്ന സമയത്ത് ഷിപ്പിലെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വരുന്ന വഴി എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഞാൻ എറണാകുളം സിഗ്നലിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ഒരു KSRTC വന്ന് എൻ്റെ സ്കൂട്ടറിൻ്റെ പുറകെ ഇടിച്ചു. ഞാൻ തെറിച്ച് റോഡിലേക്ക് വീഴുകയും, എന്നാൽ ആ സമയത്ത് എൻ്റെ പക്കൽ കൃപാസന മാതാവിൻ്റെ ലോക്കറ്റ് എൻ്റെ പക്കലുണ്ട്, എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ അത്ഭുതകരമായ ആ ഒരു വീഴ്ചയിൽ രക്ഷപ്പെട്ടു. എനിക്കൊരു പോറൽ പോലും സംഭവിച്ചില്ല. അപ്പം അമ്മയ്ക്ക് 1000 നന്ദി ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്.